സർക്കാരിനെതിരെ വിവാദം സൃഷ്ടിക്കാൻ PV അൻവറും റിപ്പോർട്ടർ ചാനലും ഗൂഢാലോചന നടത്തുന്നു. ഇത് വളരെ ശക്തമായി ഉരുണ്ടുകൂടുന്ന ഒരു സംശയമാണ്. അങ്ങനെ പറയാൻ കാരണം കഴിഞ്ഞ കുറേ ദിവസമായിട്ടുള്ള അൻവറിൻ്റെ വിശദീകരണവും റിപ്പോർട്ടർ ചാനലിൻ്റെ അതിലെ ഇടപെടലുകളും കൃത്യമായി നിരീക്ഷിച്ചിട്ട് തന്നെയാണ് പറയുന്നത്. അതായത് അൻവർ ഇന്നലകളിൽ ഭൂമാഫിയായിരുന്നു, പ്രകൃതി ചൂഷകനായിരുന്നു, കള്ളപ്പണക്കാരായിരുന്നു, അനധികൃതമായി ഭൂസമ്പത്ത് വാരിക്കൂട്ടിയവനായിരുന്നു. പക്ഷേ വളരെ പെട്ടെന്നാണ് അൻവർ ഇവർക്കെല്ലാം ഹീറോ ആയി മാറിയത്. ഇന്നലകളിൽ അദ്ദേഹം ചെയ്ത നിയമവിരുദ്ധ പ്രവർത്തനങ്ങളെല്ലാം ഒറ്റയടിക്ക് റദ്ദാക്കപ്പെട്ടു. എങ്ങനെ? ഇപ്പോൾ അദ്ദേഹം സർക്കാരിനെതിരെ ഉന്നയിക്കുന്ന പല കാര്യങ്ങൾക്കും നാവായി മാറുന്നത് റിപ്പോർട്ടർ ചാനലാണ്. സംശയമുള്ളവർക്ക് പരിശോധിക്കാം. അതായത് ഈ വിവാദത്തിന് തുടക്കം കുറിക്കുന്നത് തന്നെ സുജിത് ദാസിൻ്റെ ഓഡിയോ പുറത്തു വരുന്നതിലൂടെയാണ്. ആ ഓഡിയോ ആദ്യമായി ലഭിച്ചത് റിപ്പോർട്ടർ ചാനലായിരുന്നു. റിപ്പോർട്ടർ ചാനലിലൂടെ ഈ ഓഡിയോ പുറത്തുവിട്ടതിന് ശേഷമാണ് അൻവർ ഈ കാണുന്ന സീരീസ് ഓഫ് നാടകങ്ങൾക്കെല്ലാം തുടക്കം കുറിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, അൻവറിനെ മുൻനിർത്തി പിൻസി ഡ്രൈവ് നടത്തുന്നതിൽ റിപ്പോർട്ടർ ചാനലിലെ എഡിറ്റർമാർക്ക് പങ്കുണ്ട്. അത് പറയാൻ കാരണം ഓരോ ദിവസവും അൻവർ പറയുന്ന പൊട്ടത്തരങ്ങളുണ്ട്, അൻവർ പറയുന്ന വിവരക്കേടുകളുണ്ട്, അൻവർ വെള്ളപൂശാൻ ശ്രമിക്കുന്ന സ്വർണ്ണക്കടത്തുകാരുണ്ട്. ഈ വിഷയങ്ങളിലെല്ലാം വൈകുന്നേരങ്ങളിൽ മീറ്റ് ദ എഡിറ്റേഴ്സ് പരിപാടിയിൽ വന്നിരുന്ന് ആ പൊട്ടത്തരങ്ങളെയെല്ലാം ന്യായീകരിച്ചുകൊണ്ട് സർക്കാർ ഗുരുതരമായ പ്രതിസന്ധിയിലാണ്, സർക്കാർ ഉരുണ്ട് കളിക്കുന്നു, മുഖ്യമന്ത്രിക്ക് വീഴ്ച സംഭവിക്കുന്നു, ഇങ്ങനെ പല നരേഷനിൽ വൈകുന്നേരങ്ങളിൽ അൻവർ ഉന്നയിച്ച ആരോപണങ്ങളെ കൂടുതൽ ബലപ്പെടുത്താൻ വേണ്ടി നാവായി പ്രവർത്തിക്കുന്നത് റിപ്പോർട്ടർ ചാനലിലെ ചില എഡിറ്റർമാരാണ്. അക്കാര്യത്തിലും സംശയമുള്ളവർക്ക് ഇക്കഴിഞ്ഞ ദിവസങ്ങളിലെ മീറ്റ് ദ എഡിറ്റേഴ്സ് പരിപാടി ഒന്ന് കേട്ട് നോക്കാവുന്നതാണ്. കൂടാതെ അൻവർ ആദ്യമായി വാർത്താ സമ്മേളനം നടത്തുമ്പോൾ അത് ഫുൾ ലൈവ് കൊടുത്തത് റിപ്പോർട്ടർ ചാനലാണ്. എന്നാൽ ബാക്കിയുള്ള ചാനൽ കൊടുത്തില്ലേ എന്നുള്ള ചോദ്യം വരും. അവരും കൊടുത്തിരുന്നേ. അവിടെയും തീർന്നില്ല. പിന്നീട് അൻവർ ആദ്യമായി നിലമ്പൂരിൽ നടത്തിയ രാഷ്ട്രീയ വിശദീകരണ യോഗം എന്തുകൊണ്ട് റിപ്പോർട്ടർ ചാനലിൻ്റെ ലൈവ് തന്നെ അൻവറിൻ്റെ പേജിലൂടെ കൊടുക്കുന്ന സാഹചര്യമുണ്ടായി? എന്തേ? ഈ നാട്ടിൽ വേറെ ചാനലുകളൊന്നും ഇല്ലായിരുന്നു. റിപ്പോർട്ടർ ചാനലിൻ്റെ ലൈവാണ് അദ്ദേഹത്തിൻ്റെ പേജിലൂടെ സ്വിച്ച് ചെയ്തത്. അതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, ചാനലിൻ്റെ റേറ്റിങ്ങും റീച്ചും അൻവറിൻ്റെ കൂടി ഉത്തരവാദിത്തം എന്നുള്ള നിലയ്ക്കാണ് ആ കാര്യം ചെയ്തിട്ടുണ്ടാവുക. അവിടെയും തീർന്നില്ല. പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് അൻവറിനെ കളത്തിലിറക്കുന്നതിന് പിന്നിൽ റിപ്പോർട്ടർ ചാനലുണ്ട്. റിപ്പോർട്ടർ ചാനലിൻ്റെ ബലത്തിലാണ് അൻവർ പല കാര്യങ്ങളും വാർത്താ സമ്മേളനങ്ങളായി ഉന്നയിക്കുന്നത്. ഈ വാർത്താ സമ്മേളനങ്ങളിൽ പറഞ്ഞ കാര്യങ്ങളെ അടിവരയിട്ട് ശരിയാണെന്ന് വരുത്തി തീർക്കുകയാണ് വൈകുന്നേരങ്ങളിൽ വരുന്ന എഡിറ്റർമാരെന്നുള്ള മൂട് താങ്ങികളുടെ ജോലി എന്ന് പലപ്പോഴും ഒന്ന് സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ മനസ്സിലാക്കാവുന്ന കാര്യമാണ്. അവിടെയും തീർന്നില്ല. മലപ്പുറം വിഷയത്തിൽ കൊണ്ടുവന്ന് കെട്ടി അൻവറിനെ കൊണ്ട് പറയിക്കുന്നു. അത് ശരിയാണെന്ന തരത്തിൽ അല്ലെങ്കിൽ ന്യൂനപക്ഷത്തിൻ്റെ അപ്പോസ്തലൻ എന്നുള്ള നിലയ്ക്ക് അൻവറിനെ അവതരിപ്പിക്കുന്നുണ്ട്. ഈ വിഷയങ്ങളൊക്കെ വരുമ്പോൾ സ്വാഭാവികമായി ഒരു സംശയം ഉണ്ടാകാനുള്ള കാരണം അൻവറും ട്രീ കട്ടർ ചാനലിലെ മുതലാളിമാരും സമാന്തരമായി ഭൂമാഫിയ സംഘത്തിലുള്ളവരാണ്. വനം കൊള്ള ചെയ്ത കേസിലെ പ്രതികളാണ് ട്രീ കട്ടർ ചാനലിലെ മുതലാളിമാർ. ഇപ്പുറത്തെ സൈഡ് എടുക്കുമ്പോൾ അൻവർ പ്രകൃതി ചൂഷണം ചെയ്ത കാര്യങ്ങളിലും ഒപ്പം വനവുമായി ബന്ധപ്പെട്ട് നിരവധി കേസുകളിൽ പ്രതിയായിട്ടുള്ള വ്യക്തിയാണ്. നേരത്തെ റിപ്പോർട്ടർ ചാനൽ തന്നെ ഒരു പീഡന കേസ് പുറത്തുവിട്ടിരുന്നു. ഈ പോലീസിനുള്ളിലെ ഉന്നത ഉദ്യോഗസ്ഥർ പരാതിക്കാരിയെ പീഡിപ്പിച്ചു എന്നുള്ളൊരു വ്യാജ പരാതി. അതുമായി ബന്ധപ്പെട്ട് ആരോപണ വിധേയനാക്കിയത് ബെന്നി എന്ന CA ആണ്. അതായത് റിപ്പോർട്ടർ ചാനലിലെ തടിമോഷണവുമായി ബന്ധപ്പെട്ട കേസിലെ റിപ്പോർട്ട് നൽകിയ വ്യക്തി. ഈ വിഷയത്തെ തെറ്റാണെന്ന് തെളിഞ്ഞപ്പോൾ അത് ശരിയാണെന്നും റിപ്പോർട്ടർ ചാനലിന് വേണ്ടി വാദിച്ച വ്യക്തി അത് PV അൻവറാണ്. അതിനുവേണ്ടി മാത്രം അദ്ദേഹം പ്രത്യേക വാർത്താ സമ്മേളനവും നടത്തിയിരുന്നു. അങ്ങനെ ഓരോ ദിവസവും ഈ വിഷയത്തിൻ്റെ കണ്ണി ഇങ്ങനെ പരിശോധിച്ചു വന്നാൽ ഇവർ തമ്മിലുള്ള ഇടപെടലുകൾ വളരെ ശക്തമായി ബോധ്യപ്പെടും. അതായത് അൻവർ സുജിത് ദാസിനെതിരെയോ മലപ്പുറത്തുള്ള പോലീസുകാർക്കെതിരെയോ മലപ്പുറം പോലീസ് മേധാവി ശശിധരനെതിരെയെല്ലാം കൂടുതൽ ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത് റിപ്പോർട്ടർ ചാനലിലൂടെയാണ്. സ്വാഭാവികമായിട്ടും ആ വിഷയത്തിൽ നടപടി ഉണ്ടാകുമ്പോൾ റിപ്പോർട്ടർ ചാനൽ ഇമ്പാക്റ്റ് എന്നുള്ള നിലയ്ക്ക് വാർത്താ കച്ചവടവും ഇതിനോടൊപ്പം പൊടിപൊടിക്കുന്നുണ്ടായിരുന്നു. അൻവറിൻ്റെ വാർത്താ സമ്മേളനങ്ങൾ പരിപൂർണമായി ഒരു വാക്ക് തെറ്റാതെ പരസ്യങ്ങൾ പോലും ഒഴിവാക്കി റിപ്പോർട്ടർ ചാനൽ ടെലികാസ്റ്റ് ചെയ്തതും എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? കേവലം ഒരു MLAക്ക് ഇത്ര വലിയ പ്രാധാന്യം കൊടുക്കേണ്ട കാര്യം? കേരളത്തിലെ നിരവധി MLAമാർ ദൈനംദിനം പലയിടങ്ങളിലും പല വാർത്താ സമ്മേളനങ്ങളും നടത്തുന്നുണ്ട്. എന്തുകൊണ്ട് അതൊന്നും ടെലികാസ്റ്റ് ചെയ്യുന്നില്ല? അൻവർ പറയുന്ന കാര്യങ്ങൾ മാത്രം ഒരു വാക്കും മിസ് ചെയ്യാതെ കൊടുക്കുന്നു. ചില താല്പര്യങ്ങളില്ലേ?
താല്പര്യങ്ങളുണ്ടെന്നേ. അത് മീറ്റ് ദ എഡിറ്റേഴ്സ് പരിപാടികൾ കേൾക്കുമ്പോഴാണ് അൻവർ ഉണ്ടാക്കാൻ പോകുന്ന ഡാമേജ്, അൻവർ എന്ന നേതാവ് CPM ഉണ്ടാക്കുന്ന വെല്ലുവിളി, അൻവർ എന്ന നേതാവ് ഇനിയിപ്പോൾ രാഷ്ട്രീയ ചാണക്യൻ, ഇങ്ങനെ പല തരത്തിലുള്ള ബിൽഡപ്പുകൾ ഒരു വ്യക്തിക്ക് നൽകുകയാണ്. ആ വ്യക്തിക്ക് അത്രയും പ്രാധാന്യം നൽകി വാർത്ത കൊടുക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തോ ഗൂഢാലോചനയുണ്ട്. അതും അന്വേഷിക്കപ്പെടേണ്ടതാണ്. കാര്യം സർക്കാരിനെതിരെ നിരന്തരം വ്യാജ വാർത്തകളും യാതൊരു അടിസ്ഥാനവുമില്ലാതെ വായിൽ തോന്നുന്നത് കോതയ്ക്ക് പാട്ട് പോലെ വിളിച്ചു പറയുന്നതിനെ ശരിയാണെന്നുള്ള നിലയ്ക്ക് ജനങ്ങളുടെ മുന്നിലിരുന്ന് 3 എഡിറ്റർമാർ മാധ്യമപ്രവർത്തകരുടെ വേഷമിട്ടുകൊണ്ടിരുന്ന് അതിനെ ശരിവെച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരു കുഴലൂത്തുണ്ട്. ആ കുഴലൂത്തിനെക്കുറിച്ചും MR അജിത് കുമാർ എന്ന വ്യക്തി തെറിച്ചതിന് ശേഷം അന്വേഷണം നടത്തി ബോധ്യപ്പെടേണ്ടതുണ്ട്. അതൊരു ഗൂഢാലോചനയുടെ ഭാഗമാണ്. അങ്ങനെ അൻവറിനെ മുൻനിർത്തിക്കൊണ്ട് ആരുടെയോ കൊട്ടേഷൻ ഏറ്റെടുത്തുകൊണ്ട് സർക്കാരിനെതിരെ വാർത്ത സൃഷ്ടിച്ച് ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ ജനിപ്പിക്കുക എന്നുള്ള സംഘടിതമായ ശ്രമം നടക്കുന്നുണ്ടെന്ന് ഒന്ന് ക്ലോസ്ലി നിരീക്ഷിച്ചാൽ ആർക്കും മനസ്സിലാക്കാവുന്നതേയുള്ളൂ.